ഹായ് ഫ്രണ്ട്സ്, ഇന്ന് DNA എന്ന പുതിയ മൂവിയുടെ കഥ കേട്ടാലോ? കഥയുടെ ചുരുക്കമെന്നാൽ നായകനും നായികയ്ക്കും കല്യാണം കഴിഞ്ഞ് ഒരു ആൺകുഞ്ഞ് പിറക്കുകയാണ്. എന്നാൽ ആശുപത്രിയിൽ വെച്ച് തന്നെ അവർ ആൺകുഞ്ഞാണെങ്കിൽ മാറിപ്പോവുകയാണ്. അവരുടെ യഥാർത്ഥ കുട്ടിയെ കിട്ടിയോ? അതിനെന്ത് സംഭവിച്ചു? ഭാര്യ കുട്ടിയെ മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനും അവരുടെ കുടുംബം പോലും വിശ്വസിക്കുന്നില്ലായിരുന്നു. എങ്കിലും പിന്നെ DNA ചെയ്തിട്ടാണ് ആ കുട്ടി മാറിപ്പോയെന്നുള്ള സത്യം അറിയുന്നത്. കുട്ടിയെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ കഥയിലേക്ക് നമുക്ക് കടക്കാം. പുതുതായിട്ട് എൻ്റെ ചാനലിൽ വന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. കഥയിലെ ഹീറോയായ ആനന്ദ് ലൈൻ പൊട്ടിയത് കൊണ്ട് സങ്കടത്തോടെ മദ്യപിച്ച് ഇരിക്കുകയാണ്. നായകൻ്റെ അച്ഛൻ ഒരു പ്രൊഫസറാണ്. നായകൻ്റെ അനിയനും നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ നായകൻ മാത്രമാണ് കുടിച്ച് എപ്പോഴും ബഹളം വെച്ചിരിക്കും. പുള്ളിക്ക് ഒരു ജോലി പോലുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നായകൻ്റെ അനിയനാണെങ്കിൽ കല്യാണം വീട്ടുകാർ ഉറപ്പിക്കുകയാണ്. നായകൻ്റെ അനിയന് നല്ലൊരു ജോലി പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം ആലോചിച്ച് പോവുകയാണ്. നായകൻ്റെ അനിയനെ കാണുവാനായി പെൺവീട്ടുകാർ എത്തിയിരിക്കുന്നു. അതേ സമയത്തായിരുന്നു നായകൻ കുടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതും. അവരുടെ മുന്നിൽ വെച്ച് തന്നെ നായകൻ ബഹളമുണ്ടാക്കുകയും കുപ്പി താഴെ ഇടുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നായകൻ അനിയനോട് പറയാണ്, മര്യാദയ്ക്ക് നിങ്ങൾ ഈ ചേട്ടനെ ശരിയാക്കുക, അയാളുടെ കൂടിയൊക്കെ നിർത്തി അതിനുശേഷം കല്യാണം ആലോചിച്ചാൽ മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നായകൻ്റെ അച്ഛനാണെങ്കിൽ അവനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, നീ എന്താണ് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നയാ? ഹീറോ പറയുമായിരുന്നു, അവൾ ഒരു പാവമായിരുന്നു, അവളെ കല്യാണം കഴിക്കണം ഞാനും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. ഓരോ സാഹചര്യം കൊണ്ട് അത് നടക്കാതായി പോയി. അവസാനം അവളാണെങ്കിൽ കല്യാണം കഴിച്ചു. എന്നാൽ അവളുടെ ഭർത്താവാണെങ്കിൽ അവളെ ടോർച്ചർ ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾ സൂയിസൈഡ് ചെയ്യേണ്ട കാരണമായി. അന്ന് അവൾ എന്നെ കുറേ നേരം വിളിച്ചിരുന്നു, മെസ്സേജും അയച്ചിരുന്നു. അന്ന് എനിക്ക് നോക്കാനായി പറ്റിയില്ല. അതുകൊണ്ട് അത് എനിക്ക് ഷോക്കിംഗ് ആയി മാറി. അതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഹീറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിടുന്നു. സീൻ കാണിക്കുന്നത് ഹീറോയിനിയുടെ വീട്ടിലാണ്. ഹീറോയിനിയുടെ കല്യാണാലോചന നടക്കുകയാണ്. ഹീറോയിനിയുടെ അമ്മ പറയാണ്, ഇപ്പോൾ കല്യാണം കഴിക്കാൻ വന്ന ആ ചെറുക്കനോട് നീ മിണ്ടാനൊന്നും പാടില്ല, ഒരുപാട് സംസാരിക്കാനും പാടില്ല, മിണ്ടാതെ നിന്നാൽ മതിയെന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയിനി ഒരു ഹൈപ്പർ ക്യാരക്ടറാണ്. ഈ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ അവൾ കൂടുതലായി സംസാരിക്കുകയും പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും. ഇതൊന്നും ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഇവളൊരു നല്ല സ്വഭാവമാണ്. പക്ഷെ ആൾക്കാർക്കെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇവൾക്ക് മെന്റലി എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. ഹീറോയിനിയുടെ കല്യാണമെല്ലാം എപ്പോഴും മുടങ്ങിപ്പോകുകയായിരുന്നു. പയ്യൻ വീട്ടുകാർ വന്നപ്പോൾ അവൾ മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാലോ പയ്യന്റെ അമ്മ ചോദിക്കുകയാണ്, എന്താണ് ഈ പെണ്ണൊന്നും മിണ്ടാത്തത്, ഇവൾക്ക് എന്ത് പറ്റിയെന്ന്. അവൾ പറയാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചെലാന്ന് സംസാരിക്കുകയാണ്. ഈ സംസാരം കേട്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ അവർ പോയി. ഇത് കാരണം ഹീറോയിനിയുടെ അമ്മയാണെങ്കിൽ അവളെ വഴക്ക് പറയുന്നു. അതിനുശേഷം അവളെ ആശുപത്രി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയുടെയും ഹീറോയിനിയുടെയും ഇവരുടെ സ്വഭാവം രണ്ട് ക്യാരക്ടറാണ്. ഹീറോയുടെ കള്ളുകൂടി കാരണം ഹീറോയുടെ അനിയന്റെ കല്യാണം പോലും നടക്കാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയെ കല്യാണം കഴിപ്പിക്കാനായി തീരുമാനിക്കും. ഇവന്റെ കള്ളുകൂടി കാരണം ഒരു സ്ഥലത്തും പെണ്ണിനെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയിനിയെ വന്ന് കാണുന്നതും. ഇവൻ കള്ളു കുടിക്കുമെങ്കിലും ഇവളുടെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെ ഇവനെ കൊണ്ട് തന്നെ ഇവളെ കല്യാണം കഴിപ്പിക്കുകയാണ്. ഹീറോയും സന്തോഷത്തോടെ ഇപ്പോൾ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഇവർ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഇവർ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അവൻ്റെ സ്വഭാവം എല്ലാം മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അവളെ ഒരു കുട്ടിയെ പോലെയാണ് നോക്കുന്നത്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഹീറോയിനി ഗർഭിണിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോകുന്നു. ഇപ്പോൾ പ്രസവ സമയം ആയതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ ഇവർക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. ഹീറോയിനെയും ഫാമിലിയെയും കാണിക്കുകയാണ്. അവർക്കാണ് കുട്ടിയെ കിട്ടിയപ്പോൾ സന്തോഷമായിരിക്കുന്നു. ഹീറോയുടെ അച്ഛനാണെങ്കിൽ സ്വാമിയെ വിളിച്ച് ജാതകവും കൊടുക്കുന്നു. അതിനുശേഷം ഹീറോയിനിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം നേഴ്സ് വന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് പാല് കൊടുക്കാനായി ഹീറോയിനിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ്. കുഞ്ഞ് ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ കുഞ്ഞല്ല, ഇത് വേറെ ആരുടെയോ കുഞ്ഞാണെന്ന് പറയുകയാണ്. ഹീറോ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നീ എന്താ ഈ പറയുന്നത്, ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് പറയാണ്. ഇത് അവരാരും വിശ്വസിക്കുന്നില്ല. എങ്കിലും ഹീറോയിനി പറയാണ്, അല്ല ഇത് നമ്മുടെ കുഞ്ഞല്ല, എനിക്ക് കുഞ്ഞിനെ കണ്ടാൽ അറിയും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുതാ എന്നൊക്കെ അവൾ പറയുന്നു. ഹീറോയും ഫാമിലിയും പറയുന്നു, ഇല്ലടാ ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാണ്, ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഹീറോയ്ക്കും ടെൻഷനായി. അപ്പോൾ അവരാണെങ്കിൽ നേഴ്സിനോടും ചോദിക്കുന്നു. അവരും പറയുന്നു, ഇത് നിങ്ങളുടെ കുട്ടി തന്നെയാണെന്നാണ് പറയുന്നത്. ഹീറോയ്ക്കും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ഇത് നമ്മുടെ കുട്ടിയാണെന്ന് തന്നെയാണ് ഹീറോയും വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരു അമ്മുമ്മയെ കാണിക്കുന്നു. ഇവരൊരു സാധാരണ ആളല്ല, പിള്ളേരെയെല്ലാം കടത്തിക്കൊണ്ട് പോകുന്ന ആളായിരുന്നു. അടുത്ത സീനിൽ ഹീറോയിനെയാണെങ്കിൽ എൻ്റെ കുട്ടിയെ കണ്ടുപിടിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ആകപ്പാട് ടെൻഷൻ ആകുന്നു. ഫ്രണ്ട്സിനെ വിളിച്ച് പറയുകയാണ്,
ഫ്രണ്ട്സിനോട് പറയുന്നു DNA ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. കൂട്ടുകാരൻ പറയുന്നു എൻ്റെ ഒരു ക്ലിനിക് ഉണ്ട്, അവിടെ കൊണ്ടുപോയി നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാമെന്ന്. അതിനുശേഷം അവരവിടെ പോവുകയാണ്. എന്നാൽ ഹീറോയിനിക്കാണെങ്കിൽ വല്ലാത്ത ഒരു ക്യാരക്ടറാണ്. നേരത്തെ തൊട്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് തോന്നുന്നായിരിക്കുമെന്നാണ് ഹീറോ വിചാരിച്ചതും. എന്നാൽ DNA റിസൾട്ട് കിട്ടിയ ഹീറോയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. ഇത് അവരുടെ കുട്ടിയല്ല, അവരുടെ കുട്ടി ആരോ കടത്തിക്കൊണ്ടു പോയതാണെന്ന് ഹീറോ അറിയുന്നു. തൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്തുവാൻ ഹീറോ ശ്രമിക്കുന്നു. കുട്ടി ആരാണെന്ന് കണ്ടെത്തുവാനായിട്ട് അവിടുത്തെ പോലീസുകാരൻ വരികയാണ്. ഇത് 10 ദിവസം ഉള്ളപ്പോൾ റിട്ടയർഡ് ആകാനിരിക്കുന്ന സത്യവേൽ എന്ന പോലീസുകാരനാണ് ഈ കേസിനായി ഇറങ്ങുന്നതും. അതിനുശേഷം ഇവർ കോടതിയിൽ പോയി DNA ടെസ്റ്റിന്റെ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ കോടതി പറയുകയാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന കുട്ടിയുടെ യഥാർത്ഥ അവകാശി ആരാണോ അവരെ കൊണ്ടുപോയി കുട്ടിയെ ഏൽപ്പിക്കണമെന്നും പറയുന്നു. ഹീറോയിനിയോട് കോടതി പറയുകയാണ് ആരുടെ കുട്ടിയാണെങ്കിലും നീ നല്ലതായിട്ട് ഈ കുട്ടിയെ നോക്കണമെന്ന്. ഹീറോയിനി ആണെങ്കിലും സ്വന്തം കുട്ടിയെ നോക്കുന്ന പോലെ തന്നെ നല്ല രീതിയിലാണ് ഈ കുട്ടിയെ നോക്കുന്നതും. ഹീറോയാണെങ്കിൽ കുട്ടിയെ കാണാത്ത ആകപ്പാട് ടെൻഷൻ ഇരിക്കുകയാണ്. പോലീസുമായി അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരാൾ പറയുന്നത് ഇവിടെയുള്ള കുട്ടികളെ എല്ലാം തട്ടിക്കൊണ്ട് പോകുന്ന ഒരു മാഫിയ ഉണ്ട്, അവിടെയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് വിൽക്കും, എന്നാൽ ആൺകുട്ടികളെ ആണെങ്കിൽ അവർ ബലി കൊടുക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോയാണ് ഞെട്ടിപ്പോയി. എൻ്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? കൂടെയുള്ള പോലീസുകാരൻ പറയാണ് നീ പേടിക്കണ്ട, നിന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഇവരാണെങ്കിൽ അന്വേഷിച്ച് ഇപ്പോൾ വണ്ടിയിൽ പോവുകയാണ്. അപ്പോഴാണ് പോലീസുകാരനെ വിളിച്ച് പറയുന്നത് ഒരു സ്ഥലത്ത് പൂജ നടക്കുകയാണ്, അവരെ ഒരു കുട്ടിയെ ബലി കൊടുക്കാൻ പോവുകയാണ്. ഇതറിഞ്ഞിട്ട് അവർ ടെൻഷനോടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവരാണെങ്കിൽ ആ ഏരിയ വന്നിട്ട് ആ ബലി കൊടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയാണെങ്കിൽ അവിടെ പുക വരുന്നതായി കാണുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് അവർ പൂജ ചെയ്യുന്നതെന്ന് മനസ്സിലായ ഹീറോയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ്. അവരത് നോക്കി പോകുമ്പോഴാണ് അവിടെ ഷട്ടർ ഇട്ടേക്കുന്നത് കാണുന്നത്. അവരത് തുറന്ന് ആ കുട്ടിയെ രക്ഷിക്കാനായി പോകണം. അതേ സമയത്താണ് ആ പച്ച കളറിലെ ആ കുട്ടിയാണെങ്കിൽ അവർ ബലി കൊടുക്കുവാനായിട്ട് സാമി നിൽക്കുകയാണ്. ഉടനെ തന്നെ എന്തോ ഭാഗ്യത്തിന് ഹീറോ വന്ന് ആ കുട്ടിയെ രക്ഷിക്കുകയും കൂടെയുള്ള ആൾക്കാരെ എല്ലാം അടിച്ച് ശരിയാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടിയെ കൊണ്ട് പോകുന്നു. പോലീസുകാരൻ ചോദിക്കുന്നു ഇത് നിന്റെ കുട്ടിയാണോ എന്ന്. എന്നാൽ ഹീറോയ്ക്കാണെങ്കിൽ കുട്ടിയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു ഭാര്യയുടെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു. ഭാര്യ പറയുകയാണ് ഇത് നമ്മുടെ കുട്ടിയല്ല. അപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങളുടെ കുട്ടിയല്ലെന്ന്. അപ്പോൾ ഹീറോയിനി പറയാണ് എൻ്റെ കുട്ടിയെ കണ്ട എനിക്ക് അറിഞ്ഞൂടെ, ഇതെന്തായാലും നമ്മുടെ കുട്ടിയല്ല. ഹീറോയിനി പറയാണ് എൻ്റെ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയുടെ അടുത്ത് ഈ കുട്ടിയെ ഏൽപ്പിക്കണമെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതൊരു ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഈ കുട്ടി പിറന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ആ പ്രായമുള്ള അമ്മൂമ്മ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അവിടെ നിൽക്കുന്നതായി കാണിക്കുന്നത്. ഇവർ അകത്തേക്ക് ചെന്നിട്ട് ആ കുട്ടിയെ ഏൽപ്പിക്കുകയാണ് യഥാർത്ഥ അതിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത്. കുട്ടിയെ കാണുമ്പോഴാണെങ്കിൽ അവർക്കെല്ലാം സന്തോഷമാകുകയാണ്. എന്നാൽ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കാരണം സ്വന്തം കുട്ടിയെ പോലെയാണല്ലോ ഹീറോയും നോക്കിയത് കുട്ടിയെ. എന്നാൽ ഹീറോയിനിക്ക് അത്ര സങ്കടമൊന്നുമില്ലായിരുന്നു, സ്വന്തം കുട്ടിയെ കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ആ ആശുപത്രിയിലേക്ക് അമ്മൂമ്മയാണെങ്കിൽ 2 സഞ്ചിയായിട്ട് കയറി പോവുകയാണ്. എന്നാൽ ഹീറോ കാണുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് അറിയില്ല കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ഇവരാണെന്ന് ഹീറോയ്ക്ക് അറിയില്ല. ആ അമ്മച്ചിയുടെ കയ്യിൽ ഭാരമുള്ള സഞ്ചികൾ ഇരിക്കുന്നത് കണ്ടിട്ട് ഹീറോയും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സഞ്ചിയാണെങ്കിൽ ഹീറോ എടുത്തുകൊണ്ട് പോവുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ഹീറോയാണെങ്കിൽ ആ അമ്മച്ചിയുടെ കൊടുക്കുന്നു. എന്നാൽ ആ സഞ്ചിയിലാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ആ മുത്തശ്ശിയോട് ഒരു സംശയം തോന്നുകയാണ്. അതേ സമയത്താണ് ആ ബാഗിൽ നിന്ന് ആ കുട്ടിയുടെ കൈ ഉയരുന്നത് കാണുന്നത്. ഇത് കണ്ട ഹീറോയാണെങ്കിൽ ആ അമ്മൂമ്മയെ ഫോളോ ചെയ്ത് പോവുകയാണ്. അപ്പോഴാണ് ഹീറോ അറിയുന്നത് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഗ്യാങ് ആയിരുന്നു ഈ അമ്മൂമ്മ എന്ന്. എന്നാലോ ഇവരെ വീട്ടിൽ ചെന്നതിന് ശേഷം വേറൊരാളുടെ കുട്ടികളെ ഏൽപ്പിക്കുന്നതും ഹീറോ കാണുന്നു. ഹീറോയാണെങ്കിൽ പോലീസുകാരെ വിളിച്ചോണ്ട് വന്നിട്ട് ആ പോലീസുകാരെല്ലാരും കൂടെ വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം അടിക്കുകയാണ്. ഹീറോയാണെങ്കിൽ ഒരാളെ അടിച്ചിട്ട് നീ ആരാടാ, ഈ പിള്ളേരെയൊക്കെ എന്തിനാടാ കടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയാണ് എൻ്റെ പേര് മൂർത്തി എന്നാണ്. ഇതിന്റെ മെയിൻ ആൾക്കാർ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ മുത്തശ്ശിയാണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരും. ആ കുട്ടികളെയാണെങ്കിൽ ഞാൻ വേറൊരാൾക്ക് വിൽക്കും. ഞങ്ങളോട് വിളിച്ചു പറയുന്ന ആൾക്കാർ പറയുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അവരാരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കുറച്ച് പൈസ അവർ ഞങ്ങൾക്ക് തരും. അതിനുശേഷം ആ പോലീസുകാരെല്ലാം അവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നു. ആ കുട്ടികളെ എല്ലാം രക്ഷിച്ചു കൊണ്ട് പോകുന്നു. നാഗരാജ് എന്ന് പറഞ്ഞ ഒരാള് കുട്ടികളെ കടത്തുമെന്ന് ഹീറോ ഒരുവിധം അറിയുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പിടിച്ചു കഴിഞ്ഞാൽ കുട്ടിയുണ്ടെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവനെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. അതിനു മുമ്പ് വേറൊരാൾ വന്നിട്ട് അവനെ കൊല്ലുവാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ വില്ലനെ രക്ഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എവിടെയുണ്ടെന്ന് അയാൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നാഗരാജാവിനെ രക്ഷിക്കാനായി നോക്കിയപ്പോൾ അവിടെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൂടി ഹീറോയിനെ മദ്യം കൊടുത്ത് മയക്കി കടത്തുകയാണ്. അടുത്ത ദിവസമാണ് ഹീറോ ആണെങ്കിൽ ആ നാഗരാജാവിന് വലിയ ശത്രുക്കൾ ഉണ്ടോ, അത് ആരാണ് എന്നൊക്കെ അറിയാനായി ശ്രമിക്കുന്നു. എന്നാൽ അവന് ആരും ശത്രുക്കളില്ല എന്നറിയുന്നു.
അതേ സമയത്ത് ഒരാൾ കാറിൽ ഇറങ്ങുന്നു. ഇതാണ് മെയിൻ വില്ലൻ. ഇവന്റെ പേര് ഹൊരാരി. ഇവൻ മെയിൻ കമ്പനികളെല്ലാം ഉണ്ട്. ഇവനൊരു പണക്കാരനുമാണ്. ഇവനാണ് നാഗരാജാവിനെ കടത്തിക്കൊണ്ട് പോയതും. ഇപ്പൊ ഹീറോയാണെങ്കിൽ കുട്ടികളെ നാഗരാജാവിനെ കടത്തിക്കൊണ്ട് പോയ ആൾക്കാരെ കണ്ടെത്തുകയാണ്. അവരെല്ലാം അടിച്ച് ശരിയാക്കുകയാണ്. ഇതിനെല്ലാം ആരാണ് കാരണക്കാരെന്ന് അറിയുകയാണ്. അപ്പോഴാണ് ആ വില്ലനെ പറ്റിയൊക്കെ അറിയുന്നത്. അവനെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വില്ലൻ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ആശുപത്രിയിലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കുവാനായി ഇവൻ വന്നു. പല ആശുപത്രികളിലും അവിടുത്തെ കമ്പ്യൂട്ടറുകൾ ശരിയാക്കാനായിട്ട് ഈ വില്ലൻ പോയി. അവിടെ വെച്ചായിരുന്നു ആശുപത്രിയിലെ എല്ലാ ആക്സസറീസുകൾ ഇവന് ലഭിച്ചു. അതേ സമയത്തായിരുന്നു ആശുപത്രിയിൽ ഒരാൾക്ക് കുഞ്ഞ് നഷ്ടപ്പെടുന്നത്. കുട്ടി മരിച്ചു പോയത് കൊണ്ട് തന്നെ അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇതേ സമയത്താണ് അവരുടെ ഗ്യാങ്ങിലുള്ള നാഗരാജയാണെങ്കിൽ ഒരു കുട്ടിയെ കടത്തിക്കൊണ്ട് പോയി ഇവർക്ക് കൊടുക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് 40,000 രൂപയും കിട്ടുന്നു. ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ പാതി പാതിയായിട്ട് ഷെയർ ചെയ്യുന്നു ആ പൈസ. ഇതറിഞ്ഞൊരു മുത്തശ്ശി അവരുടെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങൾക്കും ഒരു കുട്ടിയില്ല, ഞങ്ങൾക്ക് ഒരു കുട്ടി വരണമെന്ന് പറയുന്നു. അപ്പോൾ അവർ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിക്കുകയാണ്, നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൈസയല്ലേ കിട്ടുകയുള്ളൂ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരുപാട് പൈസ കിട്ടുമെന്ന് പിന്നെ ഇവരറിയാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലനും നാഗരാജാവും കൂടെ ചേർന്ന് ഒരുപാട് കുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നു പൈസയ്ക്ക് വേണ്ടി. ഇവനാണെങ്കിൽ ആശുപത്രിയിലെ ഡേറ്റ കിട്ടിയത് കൊണ്ട് ഏതൊക്കെ കുട്ടികളാണ് ജനിക്കുന്നത്, ആണാണോ പെണ്ണാണെന്നൊക്കെ ഇവൻ അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ സമയത്താണ് ഇവർ കുട്ടികളെ എല്ലാം കടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിനെല്ലാം സഹായിച്ചത് ഒരു മുത്തശ്ശിയായിരുന്നു. ഈ മുത്തശ്ശിയുടെ സഹായത്താലാണ് കുട്ടികളെ എല്ലാം കടത്തിക്കൊണ്ട് പോയിട്ട് കുട്ടികളില്ലാത്തവരുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ ഇവർ മേടിക്കുമായിരുന്നു. ഇതെല്ലാം ഹീറോ അറിയാണ്. എന്നാലും ഹീറോയ്ക്ക് ഒരു സംശയമാണ്. കാരണം ഹീറോയുടെ കുട്ടിയെ മാറ്റിയിട്ട് വേറൊരു കുട്ടിയാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്? ഇതിലാണ് ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഒരു പണക്കാരിയായ ഒരാൾ പറയാണ്, ജാതകം അനുസരിച്ച് ഈ ദിവസം കിട്ടുന്ന കുട്ടിക്കാണെങ്കിൽ ശുക്രനുള്ള കുട്ടിയാണ്. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ കോടികൾ ഉണ്ടാക്കാനായി പറ്റും. അവളുടെ ജാതകം തന്നെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ജാതകത്തിലുള്ള കുട്ടിയെ തന്നെ വേണമെന്ന് ഈ വില്ലനോട് പറയാണ്. ഈ ജാതകത്തിലുള്ള തന്നെ കുട്ടിയെ കിട്ടുവാണെങ്കിൽ 2 കോടി രൂപ തരാമെന്ന് പറയുന്നു. ഇത്രയും പൈസ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ആ ജാതകമുള്ള കുട്ടിയെ കണ്ടുപിടിക്കുന്നു. ആ ദിവസം തന്നെയുള്ള ഡേറ്റ് അന്വേഷിച്ച് നോക്കുകയും അന്ന് ഹീറോയുടെ കുട്ടിയാണ് ജനിക്കുന്നതെന്ന് അവരറിയുന്നു. അതുമാത്രമല്ലാതെ അവൾ ആ ജാതകത്തിൽ തന്നെയുള്ള 3 പേരും അതേ ദിവസം തന്നെയാണ് പ്രസവിക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ പ്രസവിക്കുന്ന കുട്ടിയാണ് അവർക്ക് വേണ്ടതും. അത് 12 മണി കഴിഞ്ഞിട്ടായിരുന്നു. അതിൽ ഹീറോയുടെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ എടുക്കുവാനായി ഇവർ തീരുമാനിക്കുന്നു. എന്നാൽ ആ മുത്തശ്ശിയാണെങ്കിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയെ മാറ്റിയിട്ട് മറ്റേ കുട്ടി എടുക്കാനാണ് അവർ തീരുമാനിച്ചത്. അവർക്ക് ഡൗട്ട് ഉണ്ടാകാതിരിക്കാനായിട്ട്. അതുപോലെ ആശുപത്രിയിലെ അക്കൗണ്ടായി കുട്ടികളെ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുടെ സഹായത്താൽ കുട്ടികളെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ ഹീറോയാണെങ്കിൽ ആ പണക്കാരെ വീട്ടിൽ ചെന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് പോകാനായി ശ്രമിക്കുകയാണ്. അതേ സമയത്താണ് അവിടേക്ക് വില്ലന്മാർ വരുന്നത്. വില്ലന്മാരുമായിട്ട് ഹീറോ അവിടെ ഫൈറ്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് ഒരാൾ കത്തിയും കൊണ്ട് വന്ന് കുത്തുന്നത്. അത് നമ്മൾ ഹീറോയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ ഹീറോ അല്ലായിരുന്നു, വില്ലനായിരുന്നു. വില്ലനെയാണ് ഒരാൾ കുത്തിയത്. അതാരാണെന്ന് വെച്ചാൽ നാഗരാജാവിൻ്റെ മോനായിരുന്നു. അച്ഛനെ കൊന്നതിന് വിഷമമായിട്ടാണ് നാഗരാജാവിൻ്റെ മോൻ വന്നിട്ട് വില്ലനെ കൊല്ലുകയായിരുന്നു. ഹീറോയാണെങ്കിൽ ആ പണക്കാരുടെ കയ്യിൽ നിന്ന് ആ സ്വന്തം കുട്ടിയെ എടുക്കുകയാണ്. അത് ഭാര്യയുടെ ഏൽപ്പിക്കുന്നു. അവർക്കാണെങ്കിൽ ഇപ്പോൾ സന്തോഷമാകുന്നു. ഇതോടെയാണ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നത്. എൻ്റെ എക്സ്പ്രഷൻ ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെന്നിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട. പുതിയൊരു കഥയായിട്ട് വരാൻ. ബൈ.